നമസ്കാരം. നമ്മൾ കേരളക്കാർ കർണാടകയിലെ തലക്കാവേരി നമ്മൾ പോകാറുണ്ട്. സ്ഥലം വളരെ പ്രകൃതി ഭംഗിയുള്ള ഒരു സ്ഥലമാണ്. ഈ സ്ഥലത്തേക്ക് 2 ദിവസം 3 ദിവസമൊക്കെ നമ്മൾ സ്റ്റേ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു റിസോർട്ട് ഞാൻ പരിചയപ്പെടുത്താം. നിങ്ങൾക്ക് വളരെ തുച്ഛമായ രൂപയിൽ ഈ കാണുന്നില്ലല്ലോ, ഒരുപാട് ക്വാർട്ടേഴ്സ് ഉണ്ട്. ഏതാണ് പറഞ്ഞാൽ നിങ്ങൾ ഇത് 2000 സ്ക്വയർ ഫീറ്റ്, 1000 സ്ക്വയർ ഫീറ്റ്, 800 സ്ക്വയർ ഫീറ്റ്, ഇങ്ങനെ ഒരുപാട് നിങ്ങൾക്ക് വേണ്ടുന്ന ഭക്ഷണം, നിങ്ങൾക്ക് വിശ്രമിക്കാനുള്ള സ്ഥലം, കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലം എല്ലാം ഒരുക്കിയിട്ടില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് ഞാൻ ഇതിൻ്റെ വിശദമായ വീഡിയോ ഇതിനകത്ത് പറയുന്നുണ്ട്. നിങ്ങൾ ഇത് കാണുക, വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ തലക്കാവേരി വാഗമണ്ഡലം വരുന്നവർക്ക് താമസിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഈ റിസോർട്ടാണ്. ഇതിൻ്റെ വിശദമായ വീഡിയോ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം, A to Z. നിങ്ങൾക്ക് ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ എൻ്റെ ഈ നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി, നിങ്ങൾക്ക് ഞാൻ എല്ലാം റെഡിയാക്കി തരാം. ഈ യാത്ര കാസർഗോഡ് ജില്ലയിൽ നിന്നും പാണത്തൂർ വഴി വാഗമണ്ഡലത്തേക്കാണ്. നല്ല കോട ഇറങ്ങിയ സമയത്തായിരുന്നു ഞങ്ങളുടെ യാത്ര. അതുകൊണ്ട് കോട നല്ലപോലെ കാണാൻ വേണ്ടി പറ്റി. ഈ വീഡിയോ കാണുന്നവർ അവസാനം വരെ കാണണം കേട്ടോ. ഇത് ഈ അട്ട ഉമ്പുത് എന്നൊക്കെ പറയും, ഇതുണ്ട് ഇവിടെ. ഈ കാട്ടിൽ ഒരുപാട് ഇതുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വേണം പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മളിപ്പോൾ വാഗമണ്ഡലത്തേക്ക് എത്തി. വാഗമണ്ഡലേശ്വര ക്ഷേത്രം ആണ് ഈ കാണുന്നത്. ഇവിടുന്ന് ഒരു 6-7 കിലോമീറ്റർ പോയാലാണ് കാവേരി. ഇതിൻ്റെ ഇടയിലാണ് ഈ പറയുന്ന ഹിമാനി ഹെറിറ്റേജ്. അപ്പോൾ വാഗമണ്ഡലത്തിൽ നിന്നും 1 കിലോമീറ്റർ വരുമ്പോൾ റൈറ്റ് സൈഡിലേക്കുള്ള ഒരു കട്ടിങ് ഉണ്ട്. ഇവിടെയാണ് ഹിമാനി ഹെറിറ്റേജ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിർമ്മാണ പ്രവൃത്തികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കേതായാലും ഇവിടെ എത്തിയതിന് ശേഷം ബാക്കി കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇവിടെ എത്തിയാൽ തന്നെ നമുക്കറിയാൻ പറ്റുന്നൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ശരിയായ തറവാട് ലുക്കിലാണ് ഇതിനൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതെവിടെ നിന്ന് നോക്കിയാൽ വളരെ നല്ല പ്രകൃതി ഭംഗി കാണാൻ വേണ്ടി പറ്റും. ഇത് ഈ കാണുന്ന മലനിരയുടെ നേരെ അപ്പുറത്താണ് നമ്മുടെ കാസർഗോഡ് ജില്ല സ്ഥിതി ചെയ്തത്. ഇതൊരു ഓറഞ്ച് ഞാൻ പറിക്കാം. ഒറിജിനൽ വേണ്ടോ? ഓറഞ്ച് വേണ്ട. ഓറഞ്ച് ഏതായാലും നമ്മൾ ഇത് പറിച്ചല്ലേ, നമുക്ക് കഴിക്കാം. ഓറഞ്ച് എങ്ങനെ ഉണ്ടോക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാക്കാം നമുക്ക്. ഒന്നെങ്കിൽ മധുരം ഉണ്ടാവും, അല്ലെങ്കിൽ പുളിപ്പുണ്ടാവും. ഏതായാലും നോക്കാം, നമുക്ക് ടേസ്റ്റ് ഉണ്ടാക്കാം. അതായത് അപ്പോൾ ഇവിടെ താമസിക്കാൻ വരുന്നവർക്ക് ഇതുപോലെ ഇവിടെ താമസിക്കാം. അതുപോലെ തന്നെ ഓറഞ്ച് കഴിക്കാം, ഓറഞ്ച് കഴിക്കാം. ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇത് കണ്ടതാ, ഈ ഒരു പഴം കണ്ടതാ, ഇതൊക്കെയാണ് ഇവിടെ വെച്ച് പിടിപ്പിച്ചിട്ടുള്ളത്. ഇതൊക്കെ നമുക്ക് വിശ്വാസം വരില്ല, അത്ര കണ്ട് ശ്രദ്ധയോട് കൂടിയിട്ടാണ് ഇവിടെ ചെടിയെ പരിപാലിച്ചിട്ടില്ല. ഒരുപാട് ഫ്രൂട്ട്സ് ഐറ്റം ഞാൻ നട്ടിട്ടുണ്ട്. ഇതൊക്കെ ഉള്ളതാ, കൊല. ഇത് കാണുമ്പോൾ ശരിക്കും പ്ലാസ്റ്റിക് പോലെ ഉണ്ട്, പക്ഷേ ഇതൊക്കെ ഒറിജിനലാണ് കേട്ടോ. ആരും ഉപയോഗിക്കേണ്ടത് പ്ലാസ്റ്റിക്, ഇതെല്ലാം ഒറിജിനലാണ്. ഇത് ഉണ്ടാക്കുന്നതിന് തന്നെ വേണം കൊടുക്കണം പൈസ. ഇതിൻ്റെ മുകളിലോട്ടുണ്ടതാ, ഇത് ഒരുപാടുണ്ട്. ഇതിന് മുകളിൽ 1 ഇതുണ്ട്, 1, 2, 3 ഇതൊക്കെ ഉണ്ടതാ. ഇതെല്ലാം പഴങ്ങളാണ്. ഇവിടുന്ന് അല്പം മാറി താഴോട്ട് പോയാൽ ഇവിടെ ഫയർ ക്യാമ്പ് ചെയ്യാനും കുട്ടികൾക്ക് കളിക്കാനൊക്കെയുള്ള സ്ഥലങ്ങളുണ്ട്. ഇത് കണ്ടില്ലേ, ഇവിടെയാണ് ഫയർ ക്യാമ്പിൻ്റെ സ്ഥലം. ഇവിടെ ചെടികളിൽ പ്രധാനമായിട്ടുള്ളത് റോസാപ്പൂവാണ്. ഒരുപാട് റോസാപ്പൂ ഉണ്ട് ഇവിടെ, വലിയതും ചെറുതൊക്കെ ഉണ്ട്. ഇത് നമ്മൾ ഈ റിസോർട്ടിൻ്റെ ഇവിടുത്തെ നടത്തിപ്പുകാരൻ ഒരാളുണ്ട്. ഏട്ടൻ്റെ പേരെന്തോന്ന്? ജനാർദ്ദൻ എന്നാണ് ആളെ പേര്. അപ്പോൾ ഇവരുടെ നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ചിട്ട് നമുക്ക് അറിയാൻ വേണ്ടി പറ്റും. ഇത് ശരിക്ക് വാഗമണ്ഡലത്തിന് അത്ര ദൂരമുണ്ട് ഇവിടത്തേക്ക്? ഏകദേശം 1 കിലോമീറ്ററിനകത്ത് അത്രയേ ഉള്ളൂ. 1 കിലോമീറ്റർ പോലും ഇല്ല. അതെ അല്ലേ. നിങ്ങൾ എത്ര വർഷമായിട്ട് ഇപ്പോൾ? ഞാനില്ല, ഞാൻ 1 വർഷമായി. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ താമസിക്കാൻ വേണ്ടി വരികയാണെങ്കിൽ ഇപ്പോൾ രാത്രിയിലൊക്കെ നമ്മൾ ഇവിടെ വാഗമണ്ഡലം എത്തിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത് വണ്ടി സൗകര്യമുണ്ട്, ഉണ്ടല്ലേ. എല്ലാം ഉണ്ട്, ടാക്സി സൗകര്യം എല്ലാം ഉണ്ട്. അപ്പോൾ ഭക്ഷണത്തിൻ്റെ കാര്യം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഭക്ഷണം നമ്മൾ ചെയ്യുന്ന സർവീസ് ഉണ്ട്. അതല്ലേ, നമ്മൾ പറഞ്ഞ ഭക്ഷണം നമുക്ക് നിങ്ങൾ പറഞ്ഞ ഭക്ഷണം വെജ് ആണെങ്കിൽ നോൺ വെജ് ആണെങ്കിൽ രണ്ടും നമ്മൾ ചെയ്യുന്നു. അതല്ലേ, ചെയ്ത് കൊടുക്കണം.
അപ്പോൾ ഇത് പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്, അത് കോംപ്ലിമെൻ്ററി ആണ്. അതെ അല്ലേ? ആ ഹാ ഹാ. ഇവിടുത്തെ കാലാവസ്ഥയൊക്കെ നല്ല കാലാവസ്ഥയല്ലേ? കാലാവസ്ഥ നല്ല സൂപ്പറാണ്. അല്ല അല്ലേ? നല്ല സൂപ്പർ കാലാവസ്ഥ. ഇപ്പോൾ കോളേജ് സ്കൂൾ കുട്ടികളൊക്കെ വരികയാണെങ്കിൽ അവർക്ക് അതുകൊണ്ട് അവർ സൗകര്യം ഇപ്പോൾ ചില ഗെറ്റ് ടുഗദർ പരിപാടിയൊക്കെ നടക്കുന്നുണ്ട്. അതല്ലേ? അവർ വരുന്നുണ്ട്, ചെയ്യുന്നുണ്ട്. ചെറിയ ഫംഗ്ഷൻ, ഒരു 50 ആൾക്കാരെ ഫംഗ്ഷൻ വരുന്നുണ്ട് ആൾക്കാർ. അതെ. വെള്ളമൊക്കെ എങ്ങനെയുണ്ട് ഇവിടെ? നല്ല നല്ല വെള്ളം. നല്ല വെള്ളം. നല്ല അതല്ലേ? നമുക്ക് റൂമൊന്ന് കാണാം. ഇതൊക്കെ ഇത് വന്ന് ഇതിനകത്ത് പവർ ഓൺ ചെയ്യുക. അതിനുശേഷം ലൈറ്റ് ഇവിടെ കണ്ട ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ചെയർ കാര്യങ്ങൾ, ലൈറ്റ്, അതുമല്ല ടി വി ഉണ്ട്. നമുക്ക് കയറുന്നവർക്ക് ഇതാ നല്ലൊരു ബെഡ്റൂമുണ്ട്. കണ്ടാ എല്ലാ സെറ്റപ്പിലാണ് നല്ലത്. കണ്ടാ ഇവിടെ വേറൊരു കട്ടിലുണ്ട്. ഇവിടെ നമുക്ക് അലമാര കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു ദിവസത്തേക്ക് 2 ദിവസത്തേക്കൊക്കെ വന്ന് താമസിക്കുന്നവർക്കൊക്കെ നല്ല ഒരു ബെഡ്റൂമോട് കൂടിയ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയ എല്ലാ സൗകര്യമുണ്ട്. ചൂടുവെള്ളം, പച്ചവെള്ളം എല്ലാം ഉണ്ട്. ഇതൊക്കെയാണ് ഇവിടുത്തെ റൂമിൻ്റെ വിശേഷങ്ങൾ. കുറച്ച് പണിയുടെ നടക്കുന്നുണ്ട്. ഇതിൻ്റെ ടൈലിൻ്റെ കാര്യമെല്ലാം കുറച്ച് നടക്കുന്നുണ്ട്. അപ്പോൾ ഉണ്ട്, ഇതാണ് സ്വിമ്മിംഗ് പൂൾ. വളരെ ഭംഗിയായിട്ടുണ്ട്. തലക്കാവേരിക്ക് 7 കിലോമീറ്ററാണ്. 7 കിലോമീറ്റർ ഇവിടുന്ന് അടുത്താണത്? അടുത്ത് 7 കിലോമീറ്റർ. ഇപ്പോൾ നമ്മുടെ ഈ റിസോർട്ടിൻ്റെ ഗേറ്റിന് മുമ്പിൽ ഇവിടെയാണ് അതിൻ്റെ റോഡ് പോകുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ കാവേരി അവിടെ പോകണമെങ്കിൽ ഇവിടെ വന്ന് ചിലവർ ടീമായിട്ട് വരുന്നുണ്ട്. വന്നിട്ട് ഇവിടെ വന്നിട്ട് പിന്നെ ഒരു സ്നാക്സ് ഇതെല്ലാം ടീ കോഫി എല്ലാം കഴിച്ചിട്ട് അവിടെ പോകും. തിരിച്ച് വരുമ്പോഴേക്ക് നമ്മളിവിടെ വരെ ഫുഡ് റെഡിയാക്കി വെക്കും. അങ്ങനെ. അപ്പോൾ അതെ, ഇപ്പോൾ തലക്കാവേരിക്ക് പോകുന്ന ഒരു വാഗമണ്ണിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഹിമാനി അല്ലേ? ഹിമാനി ഹെറിറ്റേജ്. അപ്പോൾ ഈ ഹിമാനി ഹെറിറ്റേജിൽ വരാം. ഇവിടെ റൂമൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ സ്റ്റേ ചെയ്തിട്ട് ഇവിടുന്ന് നമുക്കൊന്ന് ഫ്രഷായിട്ട് തലക്കാവരിയെല്ലാം പോയിട്ട് വരുമ്പോഴേക്കുള്ള ഭക്ഷണമൊക്കെ തരാനുള്ള ഒരു സംവിധാനമൊക്കെ ഇവിടെ ഉണ്ടെന്നാണ് ഇവർ പറയുന്നുള്ളത്. നേരത്തെ കണ്ട റൂമല്ല, അത് കഴിഞ്ഞാൽ ഇപ്പോൾ സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ട്. ഇപ്പോൾ വേറെ കാണിക്കാം. കുറച്ച് വലിയ 2-3 ഫാമിലിയൊക്കെ ഒന്നിച്ച് താമസിക്കാൻ പറ്റുന്ന വേറെ റൂം കാണിക്കാം. വേണ്ട, ഇതൊരേ സെറ്റപ്പ് തന്നെ. ഇതൊക്കെ ഉണ്ട്. ഇവിടെ ഒരു TV യൂണിറ്റ് ഉണ്ട്. ഇവിടെ ഒരു ബെഡ്റൂമുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു ബെഡ്റൂമുണ്ട്. ആൾക്കാരൊക്കെ ഉണ്ട്, താമസിക്കുന്നുണ്ട്. ഇത് 2 ബെഡ്റൂമിൻ്റെ കൊട്ടേജാണ്. ഇതൊക്കെ കാപ്പിത്തോട്ടമാണ്. ഇതിൻ്റെ സൈഡ് ഫുള്ള് കാപ്പിത്തോട്ടമാണ്. എൻ്റെ പ്രേക്ഷകരോട് ഒരു കാര്യം പറയാം. നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഇട്ട് 1 മാസത്തിനകം നിങ്ങൾ ഈ ഹെറിറ്റേജിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് 10% ഡിസ്കൗണ്ട് ഇവിടുന്ന് ലഭിക്കുന്നതായിരിക്കും. പിന്നെ ഇവിടുത്തെ കാലാവസ്ഥയാണ് ഏറ്റവും നല്ലത്. വാഗമണ്ഡലം നിങ്ങൾ പോകണം. ഇവിടുത്തെ കാലാവസ്ഥ നിങ്ങളൊന്ന് ആസ്വദിക്കണം. എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് കരുതുന്നു. നന്ദി, നമസ്കാരം, ടാറ്റ, ബൈ ബൈ.